ഇന്ന് അത്തം കേരളത്തിലെ ഓണാഘോഷത്തിന് തുടക്കമായി. വീടുകൾക്ക് മുന്നിൽ വിരിയുന്ന അത്തപ്പൂക്കളം ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആദ്യ പിറവിയാണല്ലോ. അപ്പോൾ പീലിമയുടെ ആദ്യത്തെ ഓണം ആയതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു 10 ദിവസവും അത്തപ്പൂക്കളം ഇടണോ എന്നുള്ളത്. അപ്പം അപ്പുറത്തെ വീട്ടിൽ ആൻറ്റിയുടെ കയ്യിൽ നിന്ന് പോയി ചാണകമൊക്കെ വാങ്ങി അത് മെഴുകുന്ന എങ്ങനെയാണെന്നുള്ളത് അച്ഛൻ പറഞ്ഞു തരുന്നതാണ് നിങ്ങൾ കണ്ടത്. എൻ്റെ ലൈഫിൽ ഞാൻ ഇന്നേ വരെ അത്തത്തിന് ഇങ്ങനത്തെ ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്കൂൾ ടൈമിൽ അത്തം കോമ്പറ്റീഷൻ ക്ലാസ് വൈസ് ഉള്ളതുകൊണ്ട് ഓരോരുത്തർ പല പൂക്കളായിട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നല്ലാണ്ട് ഞാൻ ഇതുവരെ ഒരു അത്തപ്പൂക്കളം ഇട്ടിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു തന്നത്, നീ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല അത്തം ഇടുന്നത്, ഓരോ ദിവസവും ഓരോ ഡിസൈൻ, അങ്ങനെ ഒന്നും അല്ല. ഇന്ന് ചെറിയ പൂക്കളാൽ തുടങ്ങുന്ന പൂക്കളം ഓരോ ദിവസം കൂടി കൂടി തിരുവോണ ദിവസം അത്തത്തിൻ്റെ ഭംഗി പൂർത്തിയാകുമെന്ന്. അപ്പോൾ ഇതൊന്നും എൻ്റെ പീലിമയ്ക്ക് കണ്ടാൽ മനസ്സിലാവില്ലെങ്കിലും നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആണ്. അതിൻ്റെ അടുത്തോട്ടൊക്കെ വരണം എന്നുള്ളൊരു ആഗ്രഹം. ഇതാണ് ഓണത്തിൻ്റെ ആദ്യ പിറവി. കാലം വന്നേ ഓർമ്മകളിൽ പൂവിരിഞ്ഞേ പൊന്നോലക്കുടയും ചൂടി മാവേലി തമ്പ്രാനായി മുറ്റത്തൊരു അത്തപ്പൂക്കളമിട്ടങ്ങനെ കാത്തിരിക്കണം. ഓണക്കാലം വന്നേ ഓർമ്മകളിൽ പൂവിരിഞ്ഞേ.